അപ്പോൾ ന്യൂഡൽഹിയിലായിരുന്നു ഫസ്റ്റ് ദിവസം എൻ്റെ സ്റ്റേ വരുന്നത്. ന്യൂഡൽഹിയിൽ സ്റ്റേ എടുത്തിട്ട് അതിൻ്റെ പിറ്റേന്ന് ദിവസം വരുന്നത് എനിക്ക് ലേയിലോട്ടുള്ള ബസ്. അത് ഉച്ചയ്ക്കാണ് 12 മണിക്ക്. അപ്പം ഇത് ഞാൻ സ്റ്റേ എടുത്ത ഹോട്ടലാണ്. എനിക്ക് വലിയ പൈസയൊന്നും ആയില്ല, 550 രൂപയ്ക്കകത്തേ അവിടെ മേക്ക് മൈ ട്രിപ്പ് വഴിയാണ് ഞാൻ ബുക്ക് ചെയ്തത്. അത്യാവശ്യം നൈസ് ഹോട്ടലാണ്. അപ്പം ഇവിടെ നിന്ന് വൈകിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് കുളിച്ച് ഞാനൊന്ന് ഡൽഹിയിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഒരുപാട് നേരം കഴിഞ്ഞ് ലേറ്റായിട്ടാണ് ഞാൻ ആക്ച്വലി ഇറങ്ങിയത്. അപ്പം ഇതാണ് ഈ റൂം അത്യാവശ്യം നല്ലതായിരുന്നു. അപ്പം ഡോർ ലോക്ക് ചെയ്ത് ഞാൻ ആക്ച്വലി ഇറങ്ങി. ജന്തർ മന്ദർ ഇവിടെ നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ ഉണ്ട്, 2 സൈഡും കൂടെ നടന്നു വരാൻ. 7 കിലോമീറ്റർ കൂടുതലുണ്ട് ഞാൻ നോക്കി. അപ്പം നൈറ്റ് ലൈഫൊക്കെ നടന്ന് കാണാം എന്നാണ് എൻ്റെ പ്ലാൻ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നടന്നു പോകാം എന്ന് വിചാരിച്ചു. ഇതാണ് ഞാൻ സ്റ്റേ ചെയ്ത ഹോട്ടൽ. ഇവിടെ ലിഫ്റ്റ് ഉണ്ട്. ആക്ച്വലി അത് വർക്ക് ചെയ്യുമെന്ന് ഞാൻ നോക്കിയില്ല, ഇല്ല എന്നാണ് തോന്നുന്നത്. കാരണം എന്നെ ഈ പുള്ളി നടന്നാണ് അതിലെ കൂടെ മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് സ്റ്റെപ്പ് ഇറങ്ങി വെളിയിൽ ചെന്ന് കഴിഞ്ഞാൽ വേറൊരു ലോകമാണ്. ഞാനൊരു തൊലിഞ്ഞ സ്ഥലത്താണ് ആക്ച്വലി റൂം എടുത്തത്. കണ്ടോ, ഇത് മറ്റേ ഹോട്ടലിൽ ഫോട്ടോയൊക്കെ അടിപൊളിയാണ്, പക്ഷേ ഹോട്ടലിൻ്റെ അകമൊക്കെ അടിപൊളിയാണ്. ഒരു കോളനി കണക്ക് സെറ്റപ്പിൻ്റെ അകത്താണ് ഞാൻ റൂം എടുത്തത്. അത് ഫുള്ള് മറ്റേ ഫുൾ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ. പിന്നെ ഇവിടെ ഉള്ളവന്മാർ ഇങ്ങനെ തൊലിഞ്ഞവന്മാർ ഇങ്ങനെ എപ്പോഴും 24 മണിക്കൂർ ഹോൺ അടിച്ചുകൊണ്ടിരിക്കും. ഈ സ്ഥലമൊന്നും കാണാൻ വലിയ വൃത്തിയില്ല. ഇത് ഇവിടുത്തെ ഒരു ബാറാണ്. പിന്നെ ഇതാണ് ഇവിടുത്തെ ആക്ച്വലി ഒരു മെട്രോ സ്റ്റേഷനാണിത്. ഒരു ശ്രീരാമകൃഷ്ണ മിഷൻ ഫേസ് 2 സംതിങ് ആണ് എൻ്റെ പേര്. ഈ പശുവൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, ഇത് ഇവിടെ ഒരു ആശ്രമമുണ്ട്, ഈ ശ്രീരാമകൃഷ്ണ മിഷൻ ആശ്രമം. അതിൻ്റെ പശുക്കളാണ് നിൽക്കുന്നത്. പിന്നെ തൊലിഞ്ഞ ഓട്ടോക്കാരന്മാർ, യവന്മാർക്ക് ലൈറ്റും ഇല്ല, യവന്മാർ ഒടുക്കത്തെ ഹോണടി. യവന്മാർ മെയിൻ ശല്യമാണ് ഇവിടുത്തെ. എനിക്ക് യവന്മാരെ കണ്ടുകൂടാ. ഇവിടെ വന്നവിടെ ആദ്യം വെറുത്ത യവന്മാരെയാണ്. പിന്നെ ഇതൊരു മെട്രോ സ്റ്റേഷൻ്റെ പരിസരമാണെന്ന് ആക്ച്വലി കണ്ടാൽ തോന്നില്ല. യവന്മാരും ഈ കിടക്കുന്ന സ്ഥലവും എല്ലാം കൂടെ നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. വേദസ്വാമിയാണ് ഇവിടെ ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ രാമകൃഷ്ണ മിഷൻ ആശ്രമം. ഇതിൻ്റെ അകത്ത് ആണ് ഫോട്ടോഗ്രാഫി അലൗഡല്ല. ആ ബിൽഡിങ് ഞാൻ വെളിയിൽ നിന്ന് എടുത്തതാണത്. ഇത് ആക്ച്വലി ഇതിൻ്റെ അകത്ത് നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ പോലെ ഒരു പുള്ളി അതിൻ്റെ തിരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു അതാണ് ഈ കൃഷ്ണൻ എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ ആക്ച്വലി. അതിൻ്റെ അകത്തൊക്കെ ആളിൽ പോയി പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അവിടെ വീഡിയോഗ്രാഫി അലൗഡല്ല. അത്യാവശ്യം ഈ ബിൽഡിങ് നൈസാണ്. കാരണം ഇത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയക്കകത്ത് കുറച്ച് പീസ്ഫുൾ സ്ഥലം ഇതാണ്. കുറേ പേര് അവിടെ വന്നിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ആ സ്ഥലം ഇതായി തോന്നി. എനിക്ക് തീരെ സമയമില്ലായിരുന്നു. എനിക്ക് ഇങ്ങോട്ടെങ്കിലും കുറച്ചും കൂടെ വൈബുള്ള സ്ഥലം പ്ലാൻ ചെയ്യണമെന്നായിരുന്നു. ഇപ്പം വേദസ്വാമിയുടെ ഒരു നല്ല സ്റ്റാച്ചു കൂടെ ഉണ്ട്. ഇതിൽ ചേർന്നൊരു അമ്പലമുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഈ ജി ശ്രീറാം എഴുതി നമ്മുടെ ഹനുമാൻ്റെ ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകുമ്പം ഈ റോഡ് സൈഡിന് പാർക്കിങ് ചെയ്ത് ഒരു മെട്രോയുടെ പരിസരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എനിക്ക് തോന്നുന്നു ഞാൻ താമസിച്ച ഈ സ്ഥലമൊക്കെയാണ് മോശം. പിന്നെ ഇവിടെ സൈഡിനൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. മോളിൽ കൂടെ പോകുന്നത് മെട്രോയാണ്. ഇവിടുത്തെ മെട്രോയുടെ പില്ലറിൽ ഇങ്ങനെ കുറേ പടമൊക്കെ വരച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട്. കാരണം ഡൽഹി മെട്രോ ഒരു മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്ത് എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോകാനുള്ള പ്ലാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സൈഡ് മൊത്തം ഈ ഡൽഹി മെട്രോയുടെ കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് ത്രൂ ഔട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടാണ് ഞാൻ പോയത്. ഈ ബസ്സിൻ്റെ ഇലക്ട്രിക്കാണ്. പിന്നെ മെട്രോ കഴിഞ്ഞ് ഇവിടുത്തെ ഈ റോഡിലെ ഈ സിഗ്നൽസ് കാര്യങ്ങളൊക്കെ അങ്ങനെ പാലിക്കാറൊന്നുമില്ല. ഈ സൈഡിൽ കൂടെ നടന്നാണ് ഞാൻ പോയത്. ഈ സൈഡിൽ കൂടെ നടന്ന് എനിക്ക് തോന്നി പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കുറേ ഈ ബാരിക്കേഡും കാര്യങ്ങളൊക്കെ എപ്പോഴും വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ സൈഡിൻ്റെ ഫുട്പാത്ത് ഇല്ല കേട്ടോ. ഈ സൈഡിൻ്റെ ഫുട്പാത്ത് ആക്ച്വലി കാട് പിടിച്ച് കിടക്കുന്നതാണ് അവരങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഇനി ഇവിടെ നിന്ന് ആക്ച്വലി അങ്ങോട്ട് നല്ല പോർഷൻസാണ്. അതായത് റോഡാണെങ്കിലും ഈ അറ്റ്മോസ്ഫിയറും വാക്കിംഗ് ഏരിയയൊക്കെ നല്ല ഉണ്ട്. അതാണ് ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഈ സൈഡിനൊക്കെ നല്ല സ്പേസും ഉണ്ട്. അതായത് റോഡ് പിന്നെ തിരക്ക് തീരെയില്ല. അതൊരു ഇതാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആളുകൾ നമ്മളെ അന്തമിട്ട് നോക്കാറില്ല. പിന്നെ ഈ സാധനം ഇത് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ റോഡിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അവിടെ ആശ്രമത്തിൻ്റെ അവിടെ കണ്ടിട്ടുള്ളൂ. വാക്കിംഗ് അടിപൊളിയാണ് ഇതിലെ കൂടെ നടക്കാൻ. കാരണം ഭയങ്കര തിരക്കില്ല, സമാധാനമുള്ള അന്തരീക്ഷം. ഇതിപ്പം രാത്രിയാണ് ഞാൻ നടക്കുന്നത്. ഒരു സമയം ഒരു 8:30 ആയിട്ടുള്ളൂ. ഇതാണ് ഗോൾഡ് മാർക്കറ്റ്. നേരെ പോയി കഴിഞ്ഞാൽ
ഗോലി മാർക്കറ്റ്, പിന്നെ GPO ലക്ഷ്മി മരയൻ മന്ദിർ. ഇത് ഞാൻ നേരത്തെ ഗൂഗിളിൽ നോക്കിയപ്പോഴും കണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട്. എന്നാലും അന്തരീക്ഷത്തിൽ ഭയങ്കര പൊല്യൂഷനാണ്. അതേ നോക്കിയാണ്, പൊടിയുണ്ട്. ഓക്സിജൻ കണ്ടൻറ്റ് നല്ല കുറവാണ് ഇവിടുത്തെ വായുവിൽ. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണം വരുന്നുണ്ട്. ഇവിടെ ആകെ ഞാൻ കണ്ടത് ഈ ഫ്രീ പബ്ലിക് ടോയ്ലറ്റാണ്. അത് മാത്രമാണ് ഒരു അഡ്വാൻറ്റേജ്. പബ്ലിക് ടോയ്ലറ്റ് ഫ്രീ ആണ്. ബാക്കി യവന്മാര നേരത്തെ കാണിച്ച സിറ്റിയൊക്കെ കണ്ടില്ല, ഒരു തൊലിഞ്ഞ ഇതാണ്. പിന്നെ യവന്മാർക്ക് ബ്ലോക്ക് കണ്ടു കഴിഞ്ഞാൽ കുറേ ഹോൺ അടിക്കണം. അത് യവന്മാരുടെ ജന്മസിദ്ധമായ എന്തോ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഈ കുടിസ് വണ്ടിയുണ്ടോ, ഈ തൊലിഞ്ഞവന്മാരെ കാരണം ജീവിക്കാൻ വയ്യ. യവന്മാർ ചുമ്മാ കിടന്ന് ഹോൺ അടിക്കും. എന്തിനാണെന്നോ എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ ഈ റോഡിൻ്റെ സെൻറ്ററിൽ മൊത്തം ഇപ്പോൾ ഏകദേശം 1 കിലോമീറ്ററായിട്ട് നടക്കുന്നു. ഇവിടെ ഫുള്ളിങ്ങനെ മരം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ എന്തോ ഒരു ബോർഡുണ്ട്. ചുമ്മാ ഇങ്ങനെ നടക്കണം എന്ന് മാത്രമേ ഉള്ളൂ പ്ലാൻ. സോ ഡെസ്റ്റിനേഷനൊന്നുമില്ല. ഇവിടെ അതെ ഒരു ബോർഡുണ്ട്, ഷഹീദ് ഭഗത് സിംഗ് മാർഗ്, പേഷ്വാ റോഡ്, ബായ് വീർ സിംഗ് മാർഗ്, AK ആശ്രം മാർഗ്. എന്തൊക്കെയാ തേങ്ങ. നമ്മൾ നേരത്തെ ഒരു അമ്പലം കണ്ടില്ലേ, വിവേകാനന്ദൻ്റെ ഒക്കെ ഫ്രണ്ട് വെച്ചേക്കുന്നത്. അതാണ് രാമകൃഷ്ണ എന്തോ സെറ്റപ്പ്, ശ്രീരാമകൃഷ്ണ മിഷൻ. ഇങ്ങനെ ഹോസ്പിറ്റലുണ്ട് തിരുവനന്തപുരത്ത്, ശ്രീരാമകൃഷ്ണൻ മിഷൻ എന്ന് പറഞ്ഞു. അപ്പം ഈ സാധനം പകല് കാണാൻ കുറച്ച് രസമായിരിക്കും. ഈ മരം, ഈ തൊലിഞ്ഞ മരമല്ലേ, യവന്മാരാണ് ഈ നാട്ടിൻ്റെ യഥാർത്ഥ പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. ഈ വണ്ടി ഇവിടെ നിരോധിക്കണം. എമ്മ ലൈറ്റ് ഇടൂല. പിന്നെ എവിടെയെങ്കിലും ബ്ലോക്ക് കണ്ടു കഴിഞ്ഞാൽ എമ്മ തൊലിയാ കിടന്ന് ഹോണടിക്കും. കുറേ നടന്ന് ഞാൻ എന്താ ക്ലാസിക് ചിക്കൻ എന്ന് പറഞ്ഞ പ്രധാനമായി നടക്കുന്നതിനുപരി എന്താണ് വെളിയിൽ ഇറങ്ങുക, ഫുഡടിക്കുക എന്നതാണ് ഉദ്ദേശം. അങ്ങനെ ഞാൻ ലാസ്റ്റ് ഇതേ ഒരു ചിക്കൻ കടയിൽ ക്ലാസിക് ചിക്കൻ, ഇവിടെ കുറേ സാധനങ്ങൾ ഇങ്ങനെ തൂങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്നും. പിന്നെ ഇതാണ് കട, ക്ലാസിക് ചിക്കൻ. പിന്നെ അപ്പുറത്തൊരു ചോയ്സ് ചിക്കനും ഉണ്ട്. ഇങ്ങനെ ഇതാണ് സംഭവം. ശരിക്കും ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഏരിയയിലുള്ള ബിസി ഏരിയ കഴിഞ്ഞ് ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാലേ ഇവിടെയൊന്നും പ്രശ്നമില്ല. ഇവിടെയൊക്കെ നൈസാണ്. അതായത് ഇപ്പം ഞാൻ സ്റ്റേ ചെയ്ത അതാണ് ഇവിടുത്തെ ഏറ്റവും തൊലിഞ്ഞ സ്ഥലവും, റെയിൽവേ സ്റ്റേഷൻ്റെ ഏരിയ. അയ്യോ, അവിടെ അൺസൈക്കബിളായിരുന്നു, ട്രാഫിക്കും പൊടിയും. പക്ഷേ ഇവിടെയൊക്കെ ഇപ്പോൾ എത്ര മണിയായി, 9 മണിയായിട്ടും വേണ്ട, ഇവിടെയൊക്കെ ഭയങ്കര സെറ്റപ്പാണ്. നല്ല ഫ്രീ ആയിട്ട് ഇവർക്ക് വേണ്ട വലിയ വലിയ ഫുട്പാത്ത് ഒരുക്കി ഇട്ടിട്ടുണ്ട് നടക്കാൻ വേണ്ടി. നല്ല രസമുണ്ടെങ്കിൽ നടക്കാൻ. അതുകൊണ്ട് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ്, ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ്. ഇവിടുത്തെ ബസ്സുകളെല്ലാം കൂടുതലും ഇലക്ട്രിക്കാണ് ഉണ്ടാകുക. 100% ഇലക്ട്രിക്കാണ്, സീറോ സ്മോക്ക്. ഇങ്ങനെ കുറേ ബസ്സുകളുണ്ട് ഗവൺമെൻറ്. ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ എല്ലാ ഒരുവിധപ്പെട്ട ബസ്സുകളും ഇങ്ങനെയാണ്. നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലും ഉണ്ട് ഇലക്ട്രിക് ബസ്സുകൾ, പക്ഷേ അത് ഇത്രയും വലുതല്ല, കുറച്ചുകൂടെ ചെറുതാണ്. ഇവിടുത്തെ ഒരുവിധപ്പെട്ട എല്ലാ ബസ്സും അടുത്തൊരു ബസ് വരുന്നുണ്ട്. ഇത് 2 നിലയാണെന്ന് തോന്നുന്നു. ഇത് ഇലക്ട്രിക്കാണ്. ഇതും ഇലക്ട്രിക്കാണ്. കേട്ടോ, 2 നിലയില്ല കേട്ടോ, 1 നിലയാണ്. അതിൻ്റെ മണ്ടയിൽ എന്തോ വേറെ സെറ്റപ്പായിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ നടക്കാൻ. ഇവിടെ നടക്കാൻ അടിപൊളിയാണല്ലോ, ആരുമില്ല. നൈസ് പരിപാടി. 9 മണിയായപ്പോൾ തന്നെ ഇവിടെയൊക്കെ അത്യാവശ്യം നൈസായിട്ടുണ്ട്. ഇവിടെ കുറച്ച് പച്ചപ്പ് ഹരിതാപയുണ്ട്. അയ്യോ, ഞാൻ സ്റ്റേ ചെയ്ത സ്ഥലം തന്നെയാണ് ഈ പഞ്ചായത്തിലെ ഏറ്റവും അലുമ്പ് സ്ഥലമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇതാണ് ഈ സിറ്റി. ഇങ്ങനെ കാണാം. ഇവിടെ നിന്ന് നടക്കാനൊന്നും വലുതായിട്ട് ആളില്ല, ഇങ്ങനെ പോകാൻ പറ്റും. ഇതാണ് എൻ്റെ ബേക്ക്. ഈ റോഡ് സൈഡിൽ കണ്ട എന്തൊക്കെയോ ഇവിടെയൊക്കെ വെച്ച് വിൽക്കുന്നുണ്ട്, എന്തൊക്കെയോ തേങ്ങയാണ്. അപ്പം ഇതാണ് നമ്മുടെ അവസ്ഥ. ഇതാണ് ഡൽഹി. കണ്ടോ, യവന്മാരാണ് ഇവിടുത്തെ ഏറ്റവും ബോധമില്ലാത്തത്. നമ്മളെ നാട്ടിലെ ഓട്ടോക്കാരന്മാരുടെയും കാട്ടി ബോധമില്ലാത്തവരാണ് യവന്മാർ. യവന്മാരുണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോവും. കണ്ടോ, ഒരു ബോധമില്ല യവന്മാർക്ക്. എന്താ എന്തൊക്കെയോ വിൽക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഒരു ഐസ്ക്രീം കടയുണ്ട്. എന്നിട്ട് ഈ റോഡ് വീണ്ടും ഫ്രണ്ടിലോട്ട് കിടപ്പുണ്ട്.
ഇവിടെ മൊത്തം പച്ചപ്പും ലെഫ്റ്റ്. ഞാൻ ഏതൊരു ലൊക്കേഷൻ ഇട്ടിട്ടുണ്ടോ ചുമ്മാ നടക്കാൻ വന്നതാണെങ്കിൽ പോലും. അത് ഇതെന്തോ ജയിലാണോ? മീതാവാല എന്തോ സാധനമാണ്, എന്തോ ഒരു സാധനം. നല്ല ഹരിതാപമായ അന്തരീക്ഷമാണ് ഇവിടെയൊക്കെ. എനിക്ക് തോന്നുന്നു ഈ റോഡിലൊന്നും വലിയ തിരക്കില്ല എന്ന്. അത് എന്തോ ഇവന്മാരിതൊന്നും വിട്ടരുതാൻ. പക്ഷെ ഈ ഭാഗത്താണ്ട് നടക്കുന്ന സ്ഥലത്ത് വലിയ വെട്ടമില്ല, ഇരുട്ടും ഇല്ല. പക്ഷേ ഈ റോഡിൽ ഫുൾ ലൈറ്റും കത്തിക്കിടക്കുക. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നൈസ് വെട്ടം ഇങ്ങനെ അരിച്ചിറങ്ങുന്നുണ്ട്. കപ്പിൾസൊക്കെ ആയിട്ട് നടക്കുന്ന നല്ല വൈബായിരിക്കും. ഇവിടെയൊക്കെ നേരത്തെ ഇരിക്കുന്ന സെറ്റപ്പ് കൊണ്ടായിരുന്നു തോന്നുന്നു, അതൊക്കെ എടുത്ത് കളഞ്ഞു കാണും. പിന്നെ ഒരു മരം മുറിച്ചു പീസ്. ആ മരം മുറിച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെയും തണലായത്. ഇവിടെ ഫുള്ള് ഇലക്ട്രിക് ബസ്സാണ് കേട്ടോ. ഇലക്ട്രിക് ഇവിടെ എന്തൊക്കെയോ സാധനം, എന്തൊക്കെയോ ബിൽഡിംഗ് ഉണ്ട്. വെട്ടമില്ലാത്തതുകൊണ്ട് ഒരു പയ്യൻ ഫ്ലാഷ് ലൈറ്റ് ഒക്കെ അടിച്ചു. പക്ഷേ എനിക്ക് നടക്കാൻ വെട്ടമുള്ളതായിട്ടാണ് ഫീൽ ചെയ്യണം, ഒരു അരിച്ചിറങ്ങുന്ന വെട്ടം. ഇതിവിടുത്തെ മെഡിക്കൽ കോളേജാണ്, മെഡിക്കൽ കോളേജ്. പിന്നെ ഇവിടെ ഉള്ളത് അതെ സ്റ്റേഡിയം. ഇതാണ് ശിവാജി സ്റ്റേഡിയം. ശിവാജിയുടെ സ്റ്റേഡിയം, ശിവാജി സ്റ്റേഡിയം അങ്ങോട്ട് കണ്ടാണ് ഇവിടെ. പിന്നെ ഒരുത്തൻ അലഞ്ഞു തിരിഞ്ഞ് വരുന്നു, പാവം പയ്യൻ. ഇതാണ് ഇവിടെ കളറ് പച്ച നീല, ഈ രണ്ട് ബസ്സുണ്ട്. ഫുള്ള് ഇലക്ട്രിക് ബസ്സാണ്. അതിൻ്റെ പൊല്യൂഷനും കുറഞ്ഞു കിട്ടുമല്ലോ. പക്ഷേ ഇവിടെ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള വണ്ടികളൊന്നും ഞാൻ കണ്ടില്ല. നടന്ന് ഞാൻ ഇതാണ് ശിവാജി ബസ് ടെർമിനൽ കേട്ടോ. ഇവിടെ കുറേ ബസ് വന്ന് നിർത്തുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് ഈ ബസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണത്. അതാണ് നീല, പച്ച, വീണ്ടും പച്ച. ഇതെല്ലാം ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സുകളാണ്. ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വണ്ടി കൊള്ളാം. ഇത് AC ആണ് കേട്ടോ. ഇവിടെ പിന്നെ നല്ല ചൂടാണ് പകൽ സമയത്തൊക്കെ. ഇവിടെ AC അത്യാവശ്യമാണ്. ഇത്രയും രാത്രി ഈ പൂച്ച, സിംഹത്തെ പോലൊരു പൂച്ച ഇരിക്കണണ്ട. അച്ചാട് ഇത് പൂച്ച. ഇതെന്താ, ഡു നോട്ട് ഫീഡ് മങ്കീസ്. ഇവിടെ കുരങ്ങനൊക്കെ ഉണ്ട് കേട്ടോ. ശിവാജി സ്റ്റേഡിയം ബസ് ടെർമിനൽ. ഇതിവിടെ കുറേ ബസ്, ഇവിടെ നിന്നാണ് എല്ലാ ബസ്സും സ്റ്റാർട്ട് ചെയ്യുന്നത്. ശിവാജി സ്റ്റേഡിയം ബസ് ടെർമിനൽ കണ്ടോ, കുറേ ബസ്സുകളുണ്ട്. ശിവാജി സ്റ്റേഡിയം ബസ് ടെർമിനൽ. ഇതെങ്ങോട്ടാണ് ശിവാജി സ്റ്റേഡിയം. അങ്ങനെ ഇവിടെ കുറച്ച് നല്ല റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. സാൻഡോസ് റെസ്റ്റോറൻറ്റ്. പിന്നെ നമ്മളിത് ഇങ്ങനെ നടക്കണം. ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടെ നിന്നും കുറച്ച് ഭാഗത്ത് വെട്ടം കുറവുണ്ട്. പക്ഷേ ഇവിടുത്തെ ലൈറ്റെല്ലാം കണ്ട നമ്മുടെ പണ്ടത്തെ മഞ്ഞ ലൈറ്റ്. സോ അത് സിറ്റി കാണാൻ ഒരു രസമുണ്ട്, വലിയ തിരക്കൊന്നും ഇല്ലാതെ. പക്ഷേ ഇതൊരു എന്താണ്, വലിയ സിറ്റിക്കകത്ത് ഈ സമയമൊക്കെ ആകുമ്പോൾ ഇത്ര റഷേ ഉള്ളതെന്നുള്ളത് ഭയങ്കര അത്ഭുതമാണ്. ഭയങ്കര ഒരുപാട് ഏരിയ ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ നടക്കാനും ആളുകൾ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനൊക്കെ. അങ്ങനെ ഞാൻ ഏതോ ഒരു ജംഗ്ഷനിലെത്തി. അവിടെ മീനൊക്കെ മേടിക്കാൻ കിട്ടും. ഇവിടെ കാണാൻ കൊള്ളാം, നല്ല നല്ല വൈബുണ്ട്. ഒരു പഴയ ആദസ്റ്റ് വൈബാണ്ട. ഇവിടുത്തെ ടോയ്ലറ്റ് എല്ലാം ഫ്രീ ടോയ്ലറ്റാണ്. അതാണ് ഈ നാട്ടിൽ കണ്ടൊരു അഡ്വാൻറ്റേജ്. പിന്നെ ഇവിടെയൊക്കെ കുറേ സാധനങ്ങൾ കഴിച്ചിട്ടുണ്ട്. ATM, വൈൻഡിങ് മെഷീൻ, റീസൈക്കിൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ സിറ്റി കൊള്ളാം. പക്ഷേ എന്നിട്ട് പോലും ഈ സിറ്റി മൊത്തം വൃത്തികേടാക്കിയാണ് തെണ്ടി കിട്ടേക്കുന്നത്. ഭയങ്കര എന്തൊക്കെയോ ഇവിടെ ഉള്ള ആളുകളാണ് ഈ സിറ്റി നശിപ്പിക്കുന്നത് കേട്ടോ. കാരണം ഇവിടുത്തെ ഗവൺമെൻറ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ചാരിക്കലും ഇതെന്താ സാധനം, ഇത് നമ്മുടെ ഫാസ്റ്റ് ചാർജിങ് ഇലക്ട്രിക് ചാർജിങ് സെറ്റപ്പാണ്. ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ കൊണ്ടുവന്ന് ചാർജ് എടുക്കുന്നു. ഇവിടെ ഐസ്ക്രീം, ഇവിടെ ചൂടാണ്ടല്ലേ, ഇവിടെ ഐസ്ക്രീമിന് നല്ല മാർക്കറ്റാണെന്ന് തോന്നുന്നു. ഇതേ രാത്രിക്ക് ഐസ്ക്രീം കിട്ടുന്നുണ്ട്. ഐസ്ക്രീം കടക്കാരൻ തന്നെ അവൻ ഐസ്ക്രീമൊക്കെ കുടിച്ചാണ് നിൽക്കണമെന്ന് തോന്നുന്നു. നൈസ് പരിപാടി. ഇന്ത്യ ടൂർസ് ആൻഡ് ട്രാവൽസ്.
ഫ്രീ മാപ്പ്, ടൂറിസ്റ്റ് ഇൻഫർമേഷൻ, റെയിൽവേ ഇൻക്വയറി, ഇവിടെ വൈഫൈ സോൺ ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ ഇവിടെ ഫ്രീ സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു. കണ്ടത് ഈ സ്ഥലം ഇതിന്ന് ഇവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല, അതൊന്നാണ് ഈ വെള്ളം കിടക്കുന്നത്. ഇത് മസ്ജിദ് അബ്ദുൽ സലാം. ഇത് പള്ളിയാണ്. വേറെ എവിടെയൊക്കെ നല്ല പള്ളികൾ ഞാൻ കണ്ടായിരുന്നു ആദ്യം. അയ്യോ അതെടുത്തില്ല, അത് നാളെ കാണിച്ചില്ല. ഇത് എന്തോ തേങ്ങ. ഇങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഇത് ആദ്യമായിട്ട് പറയുന്നുണ്ടായിരിക്കും. എനിക്ക് ഇങ്ങോട്ട് മറ്റേ സ്പോക്കൺ ലാംഗ്വേജിൽ പറഞ്ഞാൽ കുറേ ചീത്തയൊക്കെ വരുന്നുണ്ടോ തോന്നുന്നു. ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ ഐസ്ക്രീമുണ്ട്. ഇത് ആണ് ഇന്ദിര ചോക്ക്. എല്ലാ നാട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവന്മാർ ഈ ഫുണ്ടാണ്. Turn left after Lord of the Drinks onto Baba Kharak Singh Road, Radial Road number 2. റോഡിൽ തന്നെയാണ് വണ്ടി കോപ്പിടുന്നത്. ഷൊണ്ണാർ. Turn right onto Palika Parking Road. ഇതാണ് സബ്വേ. കണ്ട ഇവിടെ നിന്നാണ് ഇങ്ങനെ വെള്ളം വന്നത്. ഇതൊക്കെ ഇന്ത്യസാണ്. ഈ വെള്ളം ഇവിടെയൊക്കെ ഒഴുകി. ഇന്ത്യൻ ആർമി എന്തൊക്കെയോ സാധനങ്ങൾ വെളിയിലോട്ട് ഇറക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. ബിസ്ലറി വാട്ടറും ഫുഡ് ആർമിയുടേതാണ്. ബാർബിക്യൂ നേഷൻ പരിചയമുള്ളൊരു ബോർഡ് കണ്ട്. ബാർബിക്യൂ നേഷൻ ഇതാണ് ഇന്ത്യൻ ആർമിയുടെ ഫുഡും കാര്യങ്ങളൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതാണ് വലിയ ബാർബിക്യൂ നേഷൻ. ഇത് ഫുൾ ബാർബിക്യൂ നേഷൻ. ഇതേണ്ട ഇന്ത്യൻ ആർമി. ഇതാണ് ജന്തർ മന്ദറിലോട്ടൊക്കെ പോണ വഴി. ഹോൺ അടിച്ചോണ്ടിരിക്കണം. ജന്തർ മന്ദറിലോട്ടുണ്ട്. ഇവിടെ ഫുള്ള് പോലീസ് ആർമിയൊക്കെയാണ്. ഇവിടെ ഫുൾ ഇലക്ട്രിക് ബസ്. അമ്മമാരെ കൊണ്ട് ചിടിക്കും. അമ്മമാരാണ് ഇവിടെ ഒരു സാധനം കിട്ടണ്ട. സ്മാർട്ട് ബൈക്ക്. നൈസ് സാധനം. റെൻറ്റിന് കൊടുക്കുന്ന സാധനമാണ്. ഇവിടെയൊക്കെ പറഞ്ഞവർക്ക് ഇതൊക്കെ എടുത്ത് വെച്ച് കറങ്ങാം. ഇറ്റ്സ് അഡ്വാൻറ്റേജ്. ഇവിടെയൊക്കെ നൈസാണ് കേട്ടോ. ഇവിടെയൊക്കെ ഞാൻ സ്റ്റേ എടുത്ത സ്ഥലം മാത്രം തൊലിഞ്ഞ സ്ഥലം. എവിടെ നോക്കിയാലും ഇതാണ്ട് ദി അങ്കിളിൻ്റെ ഫോട്ടോസ് ഉണ്ട്. ഇവരെന്തൊക്കെയോ ഇതെന്താണോ എന്താ സാധനം. വുമൺ ആൻഡ് ചൈൽഡ് ഉണ്ട്. ഇതൊക്കെ ഫ്രീ ആണ്. ഇവിടെ ടോയ്ലറ്റ് ഫ്രീ ആണ്. അതൊരു ഇത് മാത്രമാണ്. പക്ഷേ ഞാൻ നിന്ന സ്ഥലം അതിനൊരു പന്ന സ്ഥലമില്ല. അവിടെ വൃത്തിയില്ല. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെയൊക്കെ അടിപൊളി കേട്ടോ. ഇവിടെയൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. ഇത് ജന്തർ മന്ദറിലോട്ട് പോകുന്ന വഴിയാണ്. ഇവിടെ നിന്ന് 200-250 മീറ്റർ അങ്ങാണ്ടേ ഉള്ളൂ ജന്തർ മന്ദർ. അപ്പം പക്ഷേ ഇവിടെയൊക്കെ നൈസ്. ഞാൻ എൻ്റെ സിറ്റി വിട്ട് കഴിഞ്ഞാൽ, അതായത് ഞാൻ താമസിച്ച സ്ഥലത്ത് ശ്രീകൃഷ്ണ മിഷൻ നഗർ ആ സെറ്റപ്പ്. അത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ആ തൊലിഞ്ഞ സ്ഥലം മാത്രം ഒരു 50 വർഷം പുറകെയുള്ള ഇന്ത്യ പോലെ ഉണ്ടായിരുന്നു. വൃത്തിയില്ല, വെടുപ്പും ഇല്ല. എൻ്റെ അമ്മ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് സ്വർഗം. അല്ല, ഇത് ആൾറെഡി അടിപൊളി. സ്വർഗമല്ല, ഇത് ആക്ച്വലി നല്ല സ്ഥലം. നമുക്കൊരു കുറ്റം പറയാൻ പറ്റത്തില്ല. നീറ്റാണ്. ഇവിടെ ഈ കുറച്ച് ചപ്പഞ്ഞ ഉറക്കെ ഉള്ളു. അതൊക്കെ എവിടെയാണ് ഇല്ലാത്തത്. ഇവിടെ എല്ലാം നല്ല സെറ്റപ്പ് വെച്ചിട്ടുണ്ടെങ്കിലും നാട്ടുകാരിങ്ങനെ ഇടുള്ളൂ. ഇവിടെയൊക്കെ നടക്കാൻ ഭയങ്കര ഹ്യൂജായിട്ട് പ്ലാറ്റ്ഫോമുണ്ട്. അതൊരു ഭയങ്കര അഡ്വാൻറ്റേജാണ്. ഇറ്റ്സ് സ്ഥലം ഇങ്ങനെ ഇവിടെയൊക്കെ ആയിരുന്നു തോന്നുന്നു ഈ പ്രൊട്ടസ്റ്റ് ഇങ്ങനെ വലുതായിട്ട് നടന്നതെന്ന്. ഞാൻ അങ്ങോട്ട് നടക്കട്ടെ. ഈ ഭാഗമാണ് ജന്തർ മന്ദർ. ജന്തർ മന്ദർ ഇതിൻ്റെ അകത്താണ് ജന്തർ മന്ദർ. ഈ സാധനം ഇവിടെ ആയിട്ടാണ് പ്രൊട്ടസ്റ്റ് നടന്നതെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. ജന്തർ മന്ദറിലാണ് പ്രൊട്ടസ്റ്റ് നടന്നതെന്ന് അറിയാമോ. അപ്പോൾ ഇവിടെ ആയിരിക്കാം നടന്നത്.
ഇതാണ് എന്താ ജന്തർ മന്ദർ. ഡൽഹി പോലീസൊക്കെ കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം ആർമി കയറുന്നില്ല, അവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും അവരെ വിടാതിരുന്നത്. അങ്ങനെ ആയിരിക്കാം. ജന്തർ മന്ദറിൽ നടന്നല്ലേ അറിയത്തുള്ളൂ. ഇത് ക്ലോസ്ഡ് ആണ്.